അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫത്ഹുൽ മുഈൻ ക്ലാസ് ബാബു സ്വലാത്ത്, അതിലെ മത്തിനാണ്, ഖുറത്തുൽ ഐനാണ്. ഇന്നമാ തജിബുൽ മക്തൂബത്തു ഐ അസ്സലവാത്തുൽ ഖംസ്, 5 നേര നമസ്കാരങ്ങൾ തീർച്ചയായും നിർബന്ധമാകുന്നത്. മക്തൂബത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കണക്കാക്കപ്പെട്ടത്. ഇവിടെ സ്വലാത്താണല്ലോ അധ്യായം, അവിടെ ഉദ്ദേശം നിർബന്ധ നമസ്കാരമാണ്. നിർബന്ധ നമസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം. ഇന്ന സ്വലാത്ത, ഖുർആനിലില്ലേ, ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേൽ കിതാബൻ നിർബന്ധമായി എഴുതപ്പെട്ടതാണ്. അപ്പോൾ കിതാബ് മക്തൂബത്ത്. അപ്പോൾ 5 നേര നമസ്കാരങ്ങൾ നിർബന്ധമാകുന്നത് അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ, മുകല്ലഫായ മുസ്ലിമിൻ്റെ മേൽ മാത്രമാണ്. ഇന്നമക്ക് മാത്രം എന്നൊരർത്ഥം ഉണ്ടല്ലോ, ഇന്നമക്ക് മാത്രം എന്നുള്ള അർത്ഥമാണ്. ആ മാത്രം ശേഷമുള്ളതിനാണ്. അപ്പോൾ ഫർദ് നമസ്കാരം നിർബന്ധമാകുന്നത് മുസ്ലിമിൻ്റെ മേൽ മാത്രമാണ്, മുക്കല്ലഫായ ത്വാഹിറായ മുസ്ലിമിൻ്റെ മേൽ മാത്രമാണ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ഐ ബാലിഗിൻ ആഖിലിൻ, പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ, ദക്കരിൻ ഔ ഗൈരി, ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായപൂർത്തി എത്തി ബുദ്ധിയുള്ളവനായ എല്ലാ മുസ്ലിമിനും, ത്വാഹിരിൻ ശുദ്ധിയുള്ളവനുമായ. അപ്പം മുസ്ലിമായിരിക്കണം. മുസ്ലിം അല്ലാത്തവർക്ക് നിസ്കാരം നിർബന്ധമില്ല. അവർ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരെ നാം ദുനിയാവിൽ ശിക്ഷിക്കൂല. ഫലാ തജിബു, അപ്പോൾ നിസ്കാരം നിർബന്ധമാകുകയില്ല. അലാ കാഫിരിൻ അസ്ലിയിൻ, അടിസ്ഥാന കാഫിറിൻ്റെ മേൽ, ആദ്യമേ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത നിഷേധിയായി ജീവിക്കുന്ന ആളാണ്, അയാൾക്ക് നിസ്കാരം നിർബന്ധമല്ല. അസ്ലിയായ കാഫിറിനാണ് നിസ്കാരം നിർബന്ധമില്ലാത്തത്. അതേസമയം ആൾ അസ്ലിയായി മുസ്ലിമായിരുന്നു, പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ്, അയാൾക്ക് നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇനി അയാൾ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ പഴയ കാലത്തെ മുർത്തദ്ദായ കാലഘട്ടത്തിലെ നമസ്കാരങ്ങളൊക്കെ അയാൾ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതേസമയം അസ്ലിയായ കാഫിർ ഇസ്ലാം സ്വീകരിച്ചാലോ, അവൻ പഴയ കാലഘട്ടത്തിലെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരങ്ങൾ അവൻ നിസ്കരിക്കേണ്ടതില്ല, കാരണം അന്ന് അവനത് നിർബന്ധമില്ല. ഇതാണ് അസ്ലിയായ കാഫിറും അസ്ലി അല്ലാത്ത കാഫിറും നിസ്കാരം അവർക്ക് നിർബന്ധമാകുന്നതിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രായപൂർത്തി എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രായപൂർത്തി എത്താത്ത വസുബീൻ, കുട്ടിക്കും നിസ്കാരം നിർബന്ധമില്ല. ബുദ്ധിയുള്ളവനായവർക്കാണ് നിസ്കാരം നിർബന്ധം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭ്രാന്തന് നിസ്കാരം നിർബന്ധമല്ല. ബോധക്ഷയം സംഭവിച്ചവന് നിസ്കാരം നിർബന്ധമല്ല. ലഹരി ബാധിച്ചവന് നിസ്കാരം നിർബന്ധമല്ല, കാരണം അവർക്കൊന്നും എന്തില്ല, ബുദ്ധിയില്ല. അതാണ് വമജ്നൂനിൻ, ഭ്രാന്തനും നിർബന്ധമില്ല. വമുഅ്മൻ അലൈഹി, ബോധരഹിതനും നിസ്കാരം നിർബന്ധമില്ല. വസക്രാന, ലഹരി ബാധിച്ചവനും നിസ്കാരം നിർബന്ധമില്ല. അപ്പോൾ ഇവർക്ക് 3 കൂട്ടർക്കും നിസ്കാരം നിർബന്ധമല്ല. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, ബിലാ തഅദ്ദിൻ, അതിക്രമം കൂടാതെ. ഇവൻ ഭ്രാന്തനായത് ഇവന്റെ അതിക്രമം തന്നെയാണ് കാരണം. ഇവന് ബോധരഹിതനായത് ഇവന്റെ അതിക്രമം കാരണമാണ്. ഇവന് ലഹരി ബാധിച്ചത് ഇവൻ അതിക്രമം ചെയ്തത് കാരണമാണ്, കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആവാൻ പാടില്ല. ബിലാ തഅദ്ദിൻ, അതിക്രമം കൂടാതെ. അതിക്രമം കൂടാതെ ഉണ്ടായ ഭ്രാന്തനാണ്, ബോധരഹിതനായതാണ്. അതിക്രമം കൂടാതെ ലഹരി ബാധിതനായതാണ്.
എന്നാൽ ആ സമയത്ത് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. അതേസമയം അവനായിട്ട് ഉണ്ടാക്കിയതാണിത്, ലഹരി അവൻ സ്വയം ഉപയോഗിച്ചു. മറ്റത് എന്തിനൊക്കെ മറ്റൊരാൾ ഇവൻ അറിയാതെ ആരോപനെ പറ്റിച്ചതാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചതാകുമ്പോഴാണ് ബിലാ തഅദ്ദിൻ, അതിക്രമം കൂടാതെ എന്ന് പറഞ്ഞത്. ബോധപൂർവം അവൻ തന്നെ ഉപയോഗിച്ചതാണ്. അങ്ങനെ ലഹരി ഉണ്ടായി, അങ്ങനെ ബോധക്ഷയ ഉണ്ടായി, അങ്ങനെ രൂപത്തിൽ അവന് ഭ്രാന്തുണ്ടായി. എന്നാൽ അവന് നിസ്കാരം നിർബന്ധം തന്നെയാണ്. ഈ ബിലാ തഅദ്ദിൻ, അതിക്രമം കൂടാതെ എന്നുള്ള ആ നിബന്ധന അത് മൂന്നോർത്തക്കും ബാധകമാണ്. പെട്ടെന്ന് തോന്നുമ്പോൾ തൊട്ടു മുന്നുള്ള സിക്റാന് മാത്രമേ അതുള്ളൂ എന്ന് തോന്നും. ബോധരഹിതനായ ആൾക്ക്, ലഹരി ബാധിച്ച ആൾക്ക് നിസ്കാരം നിർബന്ധമല്ല. ബിലാ തഅദ്ദിൻ, അതിക്രമം കൂടാതെ ലഹരി ബാധിച്ചവൻ, അങ്ങോട്ട് മാത്രമല്ല അത്, അതിക്രമം കൂടാതെ ഭ്രാന്തനായവനും അതിക്രമം കൂടാതെ ബോധരഹിതനായവനും അതിക്രമം കൂടാതെ ലഹരി ബാധിതനും അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല. എന്നാൽ അതിക്രമത്തോട് കൂടിയാണെങ്കിലോ ഭ്രാന്തനും നിർബന്ധമാണ്, ബോധരഹിതനും നിർബന്ധമാണ്, ലഹരി ബാധിതനും നിർബന്ധമാണ്. ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം ലിഅദമി തക്ലീഫിഹിം, അവർക്കൊന്നും തക്ലീഫില്ലല്ലോ, കുട്ടിക്ക് തക്ലീഫില്ല, അവരോട് കീർത്തനമില്ല, നിർബന്ധിക്കുന്ന കൽപ്പനയില്ല. അതേപോലെ ബുദ്ധിയില്ലാത്തവരാണ് ഇവരൊക്കെ, ഭ്രാന്തനും ബോധരഹിതനും ലഹരി ബാധിതനും, അവർക്കും തക്ലീഫില്ല. വലാ അലാ ഹായിദിന്, ഹൈലുകാരിയുടെ മേലും നിസ്കാരം നിർബന്ധമില്ല. അത് നമ്മൾ ശുദ്ധിയുള്ളവനായ എന്ന് പറഞ്ഞില്ലേ, ശുദ്ധിയുള്ളവനാണ് നിസ്കാരം നിർബന്ധം എന്ന് പറയാം. പക്ഷെ ശുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് നിസ്കാരം നിർബന്ധമല്ല. ഹൈലുകാരിക്ക് നിസ്കാരം നിർബന്ധമില്ല. വനുഫസാ, നിഫാസ് രക്തമുള്ള പെണ്ണിനും നിസ്കാരം നിർബന്ധമില്ല. കാരണം ലിഅദമി സിഹ്ഹതിഹാ, നിസ്കാരം സ്വഹീഹാകാത്തതിനാൽ, നിസ്കാരം സ്വഹീഹാകാത്തതിന് വേണ്ടി മിൻഹുമാ, അവർ രണ്ടുപേരിൽ നിന്നും, വലാ ഖളാ അലൈഹിമാ, അവരുടെ മേൽ ഖളാ വീട്ടൽ നിർബന്ധവുമില്ല. എന്നല്ല അവർ ഖളാ വീട്ടൽ ഹറാമാണ്. ബൽ, എന്നാൽ തജിബു, നിസ്കാരം നിർബന്ധമാകുന്നതാണ്, അലാ മുർത്തദ്ദിൻ, മുർത്തദ്ദിന്റെ മേൽ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അസ്ലിയായ കാഫിറിന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ. അവിടെ നമ്മൾ പറഞ്ഞല്ലോ മുർത്തദ്ദായ ആളാണെങ്കിൽ അവൻ കാഫിറാണ്, അസ്ലി അല്ലാത്ത കാഫിറാണ്, അവന്റെ മേൽ നിസ്കാരം നിർബന്ധമാണ്. വമുതഅദ്ദിൻ ബിസുഖ്രിൻ, വമുതഅദ്ദിൻ അതിക്രമം കാണിച്ചവനും, ബിസുഖ്രിൻ ലഹരി ബാധ ഏറ്റുകൊണ്ട് അതിക്രമം കാണിച്ചവൻ, ലഹരി കൊണ്ട് അതിക്രമം കാണിച്ചവൻ, അവനായിട്ട് ലഹരി ബാധ ഉണ്ടാക്കി, അവനും നിസ്കാരം നിർബന്ധമാണ്. ലഹരി പോലെ തന്നെയാണ് ബോധക്ഷയവും ഭ്രാന്തും, അതും അതിക്രമം കാണിച്ചുണ്ടാക്കിയതാണെങ്കിൽ അവനും നിസ്കാരം നിർബന്ധമാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെടുക്കാം.